الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം അർ-റഅദിലെ 3 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അതിന്റെ അർത്ഥം വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നവർ, വഅഖാമുസ് സലാത്ത, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ, വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, നന്മ കൊണ്ട് തിന്മയെ തടുക്കുകയും ചെയ്യുന്നവർ, ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അത്തരക്കാർക്കാകുന്നു, അവർക്ക് അനുകൂലമായ നിലയിലാകുന്നു ലോകത്തിന്റെ പര്യവസാനം. ജന്നാത്തു അദ്നിൻ, അതായത് സ്ഥിരവാസത്തിന്റെ തോട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുക. യദ്ഖുലൂനഹ, ആ തോട്ടങ്ങളിൽ അവർ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവരുടെ ഇണകളിൽ നിന്നും അവരുടെ സന്തതികളിൽ നിന്നും സൽവൃത്തരായവരും ആ സ്വർഗലോകത്ത് പ്രവേശിക്കും. വൽ മലായികത്തു, മലക്കുകൾ, യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സർവ കവാടങ്ങളിലൂടെയും അവരുടെ അരികെ പ്രവേശിക്കും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം.
ബിമാ സബർത്തും നിങ്ങൾ ക്ഷമിച്ചത് നിമിത്തം ഫനിഅമ ഉഖ്ബദ്ദാർ അപ്പോൾ ലോകത്തിന്റെ പര്യവസാനം എത്ര നല്ലത്. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. വിശുദ്ധ ഖുർആനിൽ സ്വർഗപ്രാപ്തിക്ക് ആവശ്യമായ സ്വഭാവങ്ങൾ പല സ്ഥലങ്ങളിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പല സ്വഭാവങ്ങൾ. ചുരുക്കത്തിൽ ആ സ്വഭാവങ്ങളെല്ലാം യോജിച്ചു വന്നാലേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു 3-4 സ്വഭാവം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വചനങ്ങളാണിത്. 4 സ്വഭാവമാണ് ഇവിടെ പ്രധാനമായും എടുത്തു പറഞ്ഞത്. 1 ക്ഷമ, 2 നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കൽ, 3 അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കൽ, 4 നന്മ കൊണ്ട് തിന്മയെ തടയൽ. ഈ 4 സ്വഭാവങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ആ സ്വഭാവം ഉൾക്കൊള്ളുന്നവർ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിലായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അതിന്റെ കൂടെ ഒരു കാര്യവും കൂടി എടുത്തു പറയുന്നു. അവർ മാത്രമല്ല സ്വർഗത്തിൽ പോവുക, ഈ വിശ്വാസവും ആദർശവും ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പമുള്ള അവരുടെ പിതാക്കന്മാർ, അവരുടെ ഇണകൾ, അവരുടെ സന്തതികൾ എല്ലാവരും ഉണ്ടാകും എന്നുകൂടി എടുത്തു പറയുന്ന വചനങ്ങളാണിത്. ഈ കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ധനം ചെലവഴിക്കുക, തിന്മയെ നന്മ കൊണ്ട് തടയുക തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന വേറെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നാം ചർച്ച ചെയ്യുമ്പോൾ അതിലൊന്ന്, ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അതിൽ ദൃഢവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അത് സത്യമാണെന്ന് അംഗീകരിച്ച് അതിന് കീഴ്പ്പെടുന്നവരെ കുറിച്ച് സൂറത്തുൽ ഖസസ് 28-ാം അധ്യായം അതിലെ 53-54 വചനങ്ങളിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. വഇദാ തുത്ലാ അലൈഹിം, വിശുദ്ധ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖാലു അവർ പറയും, ആമന്നാ ബിഹി, ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, എന്തുകൊണ്ടാണ് ഞങ്ങളിത് വിശ്വസിക്കാൻ കാരണം? അന്ധമായി വിശ്വസിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്, മറിച്ച് ഇത് ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നാ കുന്നാ മിൻ ഖബലിഹി മുസ്ലിമീൻ, എത്രയോ മുമ്പ് തന്നെ ആ ഖുർആന്റെ ആശയങ്ങൾക്ക് ഞങ്ങൾ കീഴൊതുങ്ങിയവരാണ് എന്ന് പറയും. അത്തരക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഉലൈക യുഅ്തൗന അജ്റഹും മർറത്തൈൻ, അവർക്ക് അവരുടെ പ്രതിഫലം 2 മടങ്ങായി നൽകപ്പെടുന്ന, മർറത്തൈനി 2 മടങ്ങായി അവരുടെ പ്രതിഫലം നൽകപ്പെടും. എന്താ കാരണം? ബിമാ സബറു, അവർ ക്ഷമിച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ക്ഷമ, ധനം ചെലവയ്യൽ, തിന്മയെ നന്മ കൊണ്ട് നേരിടൽ, ഇത് 3 കൂട്ടിപ്പറയുന്ന പല ഭാഗങ്ങളുമുണ്ട്. അതിലൊന്നാണിത്. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, അവിടെയും പറയുന്നുണ്ട് നന്മ കൊണ്ട് തിന്മയെ തടുക്കുകയും ചെയ്യുന്നവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ. അവിടെയും ഇത് 3 കൂട്ടിപ്പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാം. അപ്പൊ വിജയത്തിന്റെ, മരണാനന്തര ജീവിതത്തിലെ സൗഭാഗ്യത്തിന്റെ ഒരു പ്രധാന സ്വഭാവങ്ങളായി ഇതിനെ മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാണ് ഈ വചനങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. മറ്റൊന്ന്, വളരെ പ്രശസ്തമായ മറ്റൊരു വചനമുണ്ട്. അത് നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായമാണ്. അതിന് 2 പേരുള്ള അധ്യായമാണ്. ഒരു പേര് അലിഫ് ലാം മീം സജദ എന്നും മറ്റൊരു പേര് സൂറത്ത് ഫുസ്സിലത്ത് എന്നുമാണ്. ഈ 2 പേരുകൾ അറിയപ്പെടുന്ന ഈ അധ്യായത്തിലെ വളരെ പ്രശസ്തമായ 34-35 വചനങ്ങൾ ഏറെ പ്രശസ്തമാണ്. ഒരുപാട് എടുത്ത് നമ്മളൊക്കെ ഉപയോഗിക്കുകയും പരാമർശിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന വചനങ്ങളാണ്. അത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതിന് ശേഷം, അത് 33-ാമത്തെ ആയത്താണ്. അതിനുശേഷമാണ് പറയുന്നത് വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നല്ലതും ചീത്തയും സമമാവുകയില്ല, തുല്യമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് പ്രതിരോധിക്കുക. എന്നാലുള്ള ഗുണമെന്താ?
ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, നിന്റെയും ആരുടെയും ഇടയിലാണോ ശത്രുത ഉള്ളത്, കഅന്നഹു വലിയ്യുൻ ഹമീം, അവനെ ഉറ്റ ബന്ധുവിനെ എന്ന പോലെ നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ആ സമീപനം കൊണ്ട് കിട്ടുന്ന നേട്ടമാണ് ആ പറഞ്ഞത്. അപ്പൊ ഇത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു സ്വഭാവ ഗുണമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമസ്കാരത്തിന് നൽകുന്ന ഗൗരവവും ദാനധർമ്മങ്ങൾക്ക് നൽകുന്ന ഗൗരവവും ക്ഷമ കൈക്കൊള്ളുന്നതിന് നൽകുന്ന ഗൗരവവും എന്തുകൊണ്ട് ഈ സ്വഭാവത്തിന് നമുക്കുണ്ടാകുന്നില്ല എന്ന് ഈ ആയത്ത് നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു അവിടെ അതത്ര പെട്ടെന്നൊന്നും കഴിയുന്ന കാര്യമല്ല. ഏത്? നന്മ കൊണ്ട് തിന്മയെ നേരിട്ട് വലിയ ശത്രുവിനെ അടുത്ത മിത്രമാക്കി മാറ്റുക എന്നുള്ളത് അത്ര പെട്ടെന്നൊന്നും കഴിയുന്ന കാര്യമല്ല. രണ്ട് സ്വഭാവങ്ങൾ ഉള്ളവർക്കേ അതിന് കഴിയൂ. അതാരാണത്? ആ ഭാഗ്യം നേടാൻ കഴിയുന്നത് ആർക്കാണ്? ആ അനുഗ്രഹം ആർജിക്കാൻ ആർക്കാ കഴിയുക? ഇല്ലല്ലദീന സബറു, വല്ലാത്ത ക്ഷമയുള്ളവർക്കേ കഴിയുകയുള്ളൂ. വമായുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അളീം, മഹത്തായ ഭാഗ്യമുള്ളവർക്കല്ലാതെ ഇത് ആർജിച്ചെടുക്കാൻ കഴിയില്ല. വളരെ കറക്റ്റാണ് ഖുർആൻ ആ പറഞ്ഞ കാര്യം. അത്ര പെട്ടെന്നൊന്നും കഴിയൂല, ഒരിക്കലും കഴിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടോ എങ്കിൽ അത് നമുക്കും നേടിയെടുക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിന് ഈ പറഞ്ഞ, ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും പരാമർശിക്കുന്നതിലേക്ക് ഇത് മാത്രമാണ് എടുക്കുന്നത്, ഹസനത്തും സയ്യിഅത്തും മാത്രം. അതാണ് വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളെ കുറിച്ച് കൂടുതൽ എടുത്തു പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ രണ്ട് മഹത്തായ സ്വഭാവ ഗുണങ്ങൾ ആവശ്യമാണ്, എന്നാലേ ഇത് സാധിക്കൂ. ആ രണ്ട് മഹത്തായ സ്വഭാവ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഒന്ന് വിട്ടുവീഴ്ചയാണ്, മറ്റൊന്ന് പ്രവാചകൻ പറയുന്നത് വിനയമാണ്. വിനയവും വിട്ടുവീഴ്ചയും എന്ന രണ്ട് പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ ഇല്ലാതെ ഈ പറഞ്ഞത് നേടിയെടുക്കാൻ കഴിയുകയില്ല. പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ. ഞാൻ പറഞ്ഞുവല്ലോ, ധർമ്മവും ഇതൊക്കെ ആയിട്ട് കൂട്ടി പറയുന്ന ആയത്തുകളെ പോലെ തന്നെ ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ, ധർമ്മം ചെയ്യുന്നത് കൊണ്ട് ആരുടെയും ധനം കുറഞ്ഞു പോവുകയില്ല. നമ്മളുടെ ധാരണയ്ക്ക് വിരുദ്ധമാണ് പ്രവാചകൻ ആ പറയുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ധർമ്മം ചെയ്താൽ അത് കുറഞ്ഞു പോകുന്നു എന്ന് വിചാരിക്കുന്നവരും കൊടുക്കാതിരിക്കാനുള്ള മാർഗം എന്തൊക്കെയാണെന്ന് ആരായുന്നവരുമാണ് നമ്മിൽ പലരും പലപ്പോഴും. എന്നാൽ അങ്ങനെയല്ല, ധർമ്മം കൊണ്ട് ദാനം കൊണ്ട് ധനം വർദ്ധിക്കുകയോ ഉള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഏതായാലും അസ്ഥാനത്താകാൻ സാധ്യതയില്ല. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ, ഒരു മനുഷ്യനിലുണ്ടാകുന്ന വിട്ടുവീഴ്ച എന്ന സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നത് എന്താ? അവന് പ്രതാപത്തെ അള്ളാഹു വർദ്ധിപ്പിക്കുന്ന. നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ താഴ്ന്നു പോകുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് വിട്ടുവീഴ്ച കൊണ്ട് സംഭവിക്കുന്നത് പ്രതാപം വർദ്ധിക്കുന്ന. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ. അടുത്തത് പ്രവാചകൻ പറയുന്നു, വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു. അള്ളാഹുവിന് വേണ്ടി ആരൊന്ന് താഴ്ന്നു കൊടുക്കുന്നുവോ, ഒന്ന് വിനയം കാണിക്കുന്നുവോ, അവനെ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല. അവന്റെ പദവി അള്ളാഹു ഉയർത്തും. അവന്റെ വീക്ഷണത്തിൽ അവൻ ചെറുതാണെന്ന് അവന് തോന്നും, പക്ഷെ ജനങ്ങളുടെ ഇടയിലും അള്ളാഹുവിന്റെ അടുക്കലും അവൻ വളരെ മഹത്വമുള്ളവനാണ്, വളരെ അന്തസ്സും പ്രതാപവും ഉള്ളവനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഈ തരത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഹസനത്ത് കൊണ്ട് സയ്യിഅത്തിനെ നേരിടാൻ കഴിയുക എന്ന് പറഞ്ഞ സ്വഭാവ ഗുണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇനി വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയാണോ? വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അക്രമത്തെ സഹനം കൊണ്ടും അവിവേകത്തെ വിവേകം കൊണ്ടും നേരിടാൻ കഴിയുക എന്നുള്ളതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ മറ്റു നിലയിൽ വിട്ടുവീഴ്ച എന്നാൽ എതിർപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് ആദർശത്തെയും വിശ്വാസത്തെയും മൂടിവെക്കലും സത്യത്തെ കൈയൊഴിയലും അതുപോലെ തന്നെ ആദർശത്തെ ഉപേക്ഷിക്കലും ധിക്കാരപരമായ കാര്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കലും ഒന്നുമല്ല ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. ഇതിനൊക്കെ വ്യക്തമായ മാതൃകകൾ പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ തന്നെയുമല്ല, ഇതിന് വിരുദ്ധമായി വരുന്നത് എന്താ? സാധാരണയായി പ്രതികാര നടപടിയാണ്, പ്രതികാര മനോഭാവമാണ്. അതേപോലെ തന്നെ വിവേകശൂന്യമായ പ്രവർത്തനങ്ങളുമാണ്. ഈ പറയുന്ന മഹിതമായ സ്വഭാവങ്ങളില്ല എങ്കിൽ അതിന് പകരം വരുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രതികാരവും അതുപോലെ തന്നെ വിവേകശൂന്യമായ പ്രവർത്തനങ്ങളും. ഒരു നേരത്തെ അക്ഷമ അല്ലെങ്കിൽ ഒരു നേരത്തെ എടുത്തുചാട്ടം,
ഒരു നേരത്തെ വിവേകമില്ലായ്മ ഉണ്ടാക്കി തീർക്കുന്ന ദുരിതം കാലാകാലം അനുഭവിച്ചാലും തീരുകയില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ അരങ്ങേറിയിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും അതിന്റെ കയ്പുനീർ കുടിക്കുന്ന സ്ഥിതിവിശേഷം ഇല്ലേ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഒറ്റ ഉദാഹരണം മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൈവെട്ട് കേസുണ്ടായി നമ്മുടെ നാട്ടിൽ. അത് അന്ന് തന്നെ നമ്മളെല്ലാവരും നഖശികാന്തം എതിർക്കുകയും അപലപിക്കുകയും, എന്തിനേറെ നമ്മൾ ആ നാട്ടിൽ പോയി അവിടെയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാണോ ഇത് സംഭവിച്ചത് ആ വിഭാഗത്തിൽപ്പെട്ട അവരുടെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുകയും ഒരുമിച്ച് അപലപിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും നിങ്ങൾ നോക്ക്, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു പ്രതിയെ പിടികൂടിയിട്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? അത് ഉണ്ടാക്കിയ ചലനങ്ങൾ, പിന്നിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. വളരെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി കഴിഞ്ഞു പോന്നിരുന്ന രണ്ട് സമുദായങ്ങളെ തമ്മിൽ അകറ്റാവുന്നതിന്റെ അങ്ങേയറ്റം ഇന്നും അകറ്റാനുള്ള ഗൂഢമായ ശ്രമം അതുമായി ബന്ധപ്പെടുത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം കുറ്റപ്പെടുത്തുകയല്ല. ഒരെടുത്തുചാട്ടം, ഒരു അവിവേകപൂർണമായ ഒരു പെരുമാറ്റം, ഒരു രീതി, അത് നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല. എന്നാൽ ഇതൊരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ മറുഭാഗത്ത് 8 പേരെ ഒറ്റ സ്ഫോടനം കൊണ്ട് കൊന്നുകളഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ലാത്ത അവസ്ഥാവിശേഷം മറുഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. കാരണം എല്ലാവർക്കും വേണ്ടത് നമ്മുടെയാണ്. 2 രൂപത്തിൽ മോശമായ നിലയിൽ വിലയിരുത്താൻ വേണ്ടത് നമ്മളെയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല നിലയിൽ ഇവരാണ് എന്ന് വിലയിരുത്തപ്പെടുന്ന അവസ്ഥയിലേക്കും നോക്കുന്നത് നമ്മളെ തന്നെയാണ്. അപ്പൊ നമ്മളായി പോയേ പറ്റൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന് വേണ്ടത് എന്താ? നമ്മളെ തന്നെ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. എടുത്തുചാട്ടം ഇന്നത്തെ തലമുറ, ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മളുടെയൊക്കെ സ്ഥിതിവിശേഷം എന്താണ്? അക്ഷമ, ദേഷ്യം, എടുത്തുചാട്ടം, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കൽ. ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങളാണ്. ഇതൊന്നും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളെ നിയന്ത്രിച്ച് നിർത്തേണ്ടതുപോലെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ആ നിയന്ത്രണത്തിന് വേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും നമ്മെ ഉണർത്തുന്നത് എന്ന് സൂചിപ്പിക്കുക മാത്രം. അപ്പം വിട്ടുവീഴ്ച ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രഥമമായ ഒരു വശത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണ്? കോപം അടക്കുക എന്നുള്ളതാണ്. ദേഷ്യം അടക്കുക എന്നുള്ളതാണ്. കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കഴിയും, പക്ഷെ നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. ലൈസ ശദീദു ബിസ്സുർഅ ഫഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. വളരെ പ്രശസ്തമായ വചനമാണ് പ്രവാചകന്റേത്. എന്താണത്? തന്റെ എതിരാളിയെ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തുന്നവനല്ല ശക്തൻ, പിന്നെയോ ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാരോ അവനാണ് ശക്തൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ നോക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലായിരുന്നാലും കുടുംബ ജീവിതത്തിലായിരുന്നാലും സംഘടനാ തലങ്ങളിലായിരുന്നാലും അതുപോലെ തന്നെ സാമൂഹ്യ തലത്തിലായിരുന്നാലും സാമുദായിക രംഗങ്ങളിലായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു എടുത്തുചാട്ടത്തിന്റെയോ ഒരു കോപത്തിന്റെയോ അന്തിമമായിരിക്കും, പരിണിത ഫലമായിരിക്കും പല സംഭവങ്ങളും, പല സംഘടനകളും, സംഘർഷങ്ങളും, അകൽച്ചകളും ഉണ്ടായിത്തീരാൻ വഴിയൊരുക്കുന്നതെന്ന് നിഷേധിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയോ? അപ്പൊ അത് അടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്റെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. കോപത്തെ വിഴുങ്ങിക്കളയുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കുടിനീരും ഒരു മനുഷ്യനും ഇറക്കുന്നില്ല എന്നാ ഒരു ഹദീസിന്റെ ആശയമാണ് ഞാൻ ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കോപത്തെ വിഴുങ്ങിക്കളയുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കുടിനീരും ഉമിനീരും ഒരു മനുഷ്യന് ഇറക്കുന്നില്ല. ഒരു ഇറക്കും അവന് ഇറക്കാൻ കഴിയുന്നില്ല, ഇറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുണ്ട് ആ സാധനത്തിന് എന്നാ പറഞ്ഞു. അതാണ് സർവ്വ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും തന്റെ നാവിനെ സൂക്ഷിച്ചാൽ ഖിയാമത്ത് നാളിൽ അവന്റെ പോരായ്മയെ അള്ളാഹു മറച്ചുവെക്കും. ആരെങ്കിലും കോപത്തെ അടക്കിയാൽ ഖിയാമത്ത് നാളിൽ അവന്റെ ശിക്ഷയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞുവെക്കും. ആരെങ്കിലും ക്ഷമാപണം അള്ളാഹുവിനോട് നടത്തിയാൽ ആ അവന്റെ ക്ഷമാപണം അള്ളാഹു സ്വീകരിച്ച് അവന് മാപ്പ് നൽകും. ഇതൊക്കെ പ്രവാചകൻ ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്ന വചനങ്ങളാണ്. ഒരുപാടുണ്ട്, ഒരു പിടി വചനങ്ങളുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടായികയോ കേൾക്കായികയോ അറിയായികയോ ഒന്നുമല്ല.
പലപ്പോഴും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു. അതിന്റെ തിക്തഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. വിട്ടുവീഴ്ചയും കോപമടക്കലും സൽക്കർമ്മങ്ങളോ പ്രതിഫലാർഹമായ കാര്യമോ സ്വർഗപ്രവേശനത്തിന് വഴിയൊരുക്കുന്നതോ ആയി തീരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കോപം അനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോൾ കോപിക്കാതിരിക്കുക. വിട്ടുവീഴ്ച ചെയ്യാതെ പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്യുക. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വിട്ടുവീഴ്ച, ഇനി ഒന്നിനും കഴിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ എന്നാ വേണ്ടാന്ന് വെക്കുക. അങ്ങനെയല്ല. കോപിഷ്ഠനായി എന്തും ചെയ്യാൻ പറ്റുന്ന അവസരം വരുമ്പോൾ ആ കോപത്തെ അടക്കുക. പ്രതികാരത്തിന് പറ്റിയ സാഹചര്യം വരുമ്പോൾ പ്രതികാരം ചെയ്യാതെ മാറുക. അതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ട്, അൽ അഫ്വു ഇൻദൽ മഖ്ദിറ. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാൻ കഴിവുന്ന സന്ദർഭത്തിൽ ചെയ്യാതിരിക്കുക എന്നതാണ് വിട്ടുവീഴ്ച എന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. മക്കാ വിജയ രംഗത്ത് പ്രവാചകന്റെ ആ രംഗം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. അതിനൊക്കെക്കാൾ പ്രവാചകന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തേക്ക് മതിക്കുന്ന, പ്രവാചകന് അതിനു മുമ്പോ അതിന് ശേഷമോ അത്രയും പ്രയാസകരമായ രംഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെയുള്ള സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് തായിഫിലേക്ക് ഹിജ്റ പോയപ്പോൾ തന്റെ ബന്ധുക്കൾ തന്നോട് കാണിച്ച ക്രൂരത. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, പ്രവാചകരെ, ഉഹദ് യുദ്ധത്തിൽ അങ്ങേക്കേറ്റ പ്രയാസത്തെക്കാൾ പ്രയാസകരമായ എന്തെങ്കിലും അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു മറുപടിയുണ്ട്, എനിക്കതിനേക്കാൾ വേദന ഉണ്ടാക്കിയത് നിന്റെ ജനത, എന്നുവെച്ചാ തായിഫിലെ ജനത എന്നോട് കാണിച്ച ക്രൂരത. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. ആ സന്ദർഭത്തിൽ പോലും ആ പ്രവാചകന്റെ വിട്ടുവീഴ്ചയുടെയും വിശാല മനസ്കതയുടെയും അലിവിന്റെയും കാരുണ്യത്തിന്റെയും ദയയുടെയും അങ്ങേയറ്റം നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. ആകെ കുഴഞ്ഞ് ശരീരം മുഴുവനും രക്തമൊലിച്ച്, മുഖത്തും ശരീരത്തും ഒക്കെ രക്തം പുരണ്ട് അബോധാവസ്ഥയിൽ കിടന്ന് ബോധം തെളിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, എന്റെ മുകളിൽ ഒരു മേഘം ഇങ്ങനെ നിഴലിട്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ആ ജിബ്രീൽ എന്നോട് ചോദിക്കുന്നു, മുഹമ്മദേ, എന്താണോ അങ്ങ് കൽപ്പിക്കുന്നത് അത് ചെയ്യാനുള്ള അനുവാദവുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, മലകളുടെ ഉത്തരവാദിത്വമുള്ള മലക്കിനോട് പോലും അങ്ങെന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാനുള്ള സർവ്വ അനുവാദവും നൽകിയിട്ടാണ് വിട്ടിരിക്കുന്നത്. അങ്ങനെ മലയുടെ ഉത്തരവാദിത്വമുള്ള മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ, അങ്ങ് പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ 2 മലകളില്ലേ, ഈ 2 മലകളും ഇതേപോലെ എടുത്ത് ഈ തായിഫിലെ ജനതയുടെ മുകളിലേക്ക് ഇടാൻ അങ്ങ് അനുവദിച്ചാൽ ഇപ്പൊ ചെയ്യും. ആ അനുവാദത്തോടു കൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. എന്തായിരുന്നു പ്രവാചകന്റെ മറുപടി? ഇട്ടേക്കാനാണോ പറഞ്ഞത്? പറഞ്ഞാൽ ചെയ്യുമായിരുന്നില്ലേ? പറഞ്ഞോ പ്രവാചകൻ? അങ്ങനെ ചെയ്യേണ്ടി വന്നോ ആ മലക്കിന്? ഇല്ല. പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണ്? വളരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വാക്ക്. ഇവരുടെ പിൻതലമുറയിൽ നിന്ന് ഈ ആദർശം ഉൾക്കൊള്ളുന്ന ഒരാളെങ്കിലും ഉണ്ടാകുന്നതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അതായിരുന്നു മറുപടി. അതാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. കഴിയുമോ? നമുക്ക് പ്രതികാരമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതല്ലേ നമ്മളുടെയൊക്കെ അവസ്ഥ. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പം ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചെന്ന ഇക്കാര്യം നമുക്ക് എന്തിനേയും അതിജയിക്കാം. ഈ പറഞ്ഞ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അത് ഇട്ടെറിഞ്ഞുകൊണ്ട് മറ്റായുധങ്ങൾ തേടി നമ്മൾ പോകുമ്പോഴാണ് നമുക്കെവിടെയും രക്ഷപ്പെടാൻ കഴിയാതെ പോവുക. അത് തന്നെയുമല്ല, ഇഹലോകത്തെ സൗഭാഗ്യവും ഈ നല്ല അവസ്ഥയും മാത്രമല്ല, പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഉന്നതമായ പദവി ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു സ്വഭാവമായിട്ട് നമസ്കാരത്തിന്റെ ഒപ്പം, ക്ഷമയുടെ ഒപ്പം, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനൊപ്പം എടുത്തു പറഞ്ഞ സ്വഭാവം ഒരിക്കലും പ്രതികാരമില്ലാതിരിക്കുക, തിന്മയെ നന്മ കൊണ്ട് അഭിമുഖീകരിക്കുക, എന്നിട്ട് അതിനെ കീഴ്പ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞ, അതിന് പ്രചോദനമായി, പ്രേരകമായി
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഈ വചനങ്ങൾ, പ്രവാചകന്റെ ജീവിതം, ഇതൊക്കെയാണ് നമുക്ക് മാതൃകയാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആന്റെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എന്തിനേയും അതിജയിച്ച് ഇഹപര സൗഭാഗ്യം നേടാൻ അല്ലാഹു തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വന്ന മുഴുവൻ പ്രവാചകരുടെയും സ്വഭാവം ഈ പറഞ്ഞത് തന്നെയായിരുന്നു. അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ തിന്മകളെയും എല്ലാ എതിർപ്പുകളെയും അവർ നേരിട്ടത് നന്മ കൊണ്ട് മാത്രം. ഒരിക്കലും പ്രവാചകന്മാർ അവരുടെ സമുദായത്തിനെതിരെ അവർ പറഞ്ഞത് കേൾക്കാത്തത് നിമിത്തം അവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന വേണമെങ്കിൽ നമുക്കങ്ങനെ വിലയിരുത്താം. അതിന് കാരണമുണ്ട്. 950 കൊല്ലക്കാലമാണ് പറഞ്ഞത്, 1-2 വർഷമല്ല. 950 കൊല്ലം ഒരു മനുഷ്യൻ ഒരു ജനങ്ങളോട് പറയുകയാണ്. കാര്യം മനുഷ്യനല്ലേ, അത്രമാത്രം മനസ്സ് വേദനിച്ച് പറഞ്ഞുപോയി അള്ളാഹുവിനോട്. അക്കാര്യത്തിൽ നൂഹ് നബിക്ക് വലിയ ഖേദവും ഉണ്ടായി. പരലോകത്ത് നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട് ചെന്ന് നമ്മൾ പറയുന്ന രംഗം ഹദീസുകൾ വിവരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലാകണം, ഇങ്ങനെ നിൽക്കാൻ വയ്യ ഇവിടെ, അങ്ങനെ ഒരവസ്ഥ വരാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് പുച്ഛമാണ്. എന്ത് വീണ്ടും മരിച്ചു ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നോ എന്നിട്ട് വിചാരണ ചെയ്യപ്പെടുമെന്നോ എന്തേ പറയണതെന്ന് ചോദിക്കുന്ന തലമുറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം അതുണ്ട്, ഉറപ്പാണ് കാര്യം. അവിടെ നിൽക്കുന്ന വേളയിൽ എവിടെ നിന്നോ എങ്ങനെങ്കിലും ഒന്നുകിൽ ഒന്ന് സ്വർഗം അല്ലെങ്കിൽ നരകം എവിടെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പരലോകത്ത് അതിനു വേണ്ടി ശുപാർശയ്ക്ക് ഓടുകയാണ് ഓരോരുത്തരെടുക്കലും. അതിനെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. അങ്ങനെ നൂഹ് നബി എടുക്കെന്ന് പറയുമ്പോൾ നൂഹ് നബി പറയുമത്രേ, ഒരിക്കലും എന്നിൽ നിന്നും വരാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥന, ഒരു വാക്ക് എന്നിൽ നിന്ന് വന്നുപോയി. അതിന്റെ പേരിൽ എന്നോടുള്ള അള്ളാഹുവിന്റെ മനോഭാവം എന്തായിരിക്കുമെന്നറിയാതെ ഞാൻ വിഷമത്തിലാണ്, പിന്നെ ഞാൻ എങ്ങനെ ശുപാർശ ചെയ്യാനാണ്? ഇങ്ങനെ ഓരോരുത്തരും പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഓരോരുത്തരങ്ങനെ പറഞ്ഞ് അവസാനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറയുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ പോയി സുജൂദിൽ വീഴുകയും ഇവരെ ഏതെങ്കിലും ഒരു തീരുമാനത്തിലെടുക്കാൻ ആവശ്യപ്പെടുകയും അത്ര ഉന്നതമായ പദവി ലഭിക്കുന്ന പ്രവാചകനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മളെ ഹദീസിൽ കാണുന്ന കഥകൾ പറയുന്നതല്ല, ഇതൊക്കെ നേരിടാനുള്ളത് തന്നെയാണ്, അഭിമുഖീകരിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ആ രംഗത്ത് ആ ഒരു സംഭവം അല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം ഇത് തന്നെയാണ്. ആയിക്കോട്ടെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകന്മാർക്ക് എല്ലാവർക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅന്നി അൻദുറു ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്കി നബിയ്യൻ മിനൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി. അള്ളാഹുവിന്റെ റസൂല് പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനെ ഇങ്ങനെ ചിത്രീകരിച്ച് പറഞ്ഞത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇപ്പോഴും കാണുന്നത് പോലെ ഉണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രവാചകൻ മുമ്പ് വന്നുപോയ പ്രവാചകന്മാർ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്റെ അനുചരന്മാർക്ക്, കാരണം അത്രയേറെ ഉപദ്രവവും ബുദ്ധിമുട്ടും വിശ്വാസരംഗത്ത് മക്കയിൽ അവർ അനുഭവിക്കുകയല്ലേ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞുകൊടുത്ത ആ സംഭവം, പ്രവാചകൻ ഉദ്ധരിച്ച ആ സംഭവം, ചിത്രീകരിച്ച ആ കാര്യം
ഇപ്പോഴും എന്റെ കൺമുമ്പിൽ ഞാനിങ്ങനെ കാണുന്നത് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ലറബഹു ഖൗമുഹു ഫഅദ്മൗഹു. ആ പ്രവാചകന്റെ ജനത ആ പ്രവാചകനെ അടിച്ചു, നന്നായി തല്ലിച്ചതച്ചു എന്ന് തന്നെ പറയട്ടെ. ഫഅദ്മൗഹു, അവർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുക്കി. ആ സന്ദർഭത്തിൽ വഹുവ യംസഹു ദമ അൻ വജ്ഹിഹി, ആ പ്രവാചകൻ തന്റെ മുഖത്ത് നിന്ന് കൈകൊണ്ട് ചോര ഇങ്ങനെ തുടച്ചു മാറ്റിക്കൊണ്ട് ആ മുഖം തടവിക്കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്ക്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എന്റെ ഈ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവർക്ക് അറിവില്ലാത്ത ആൾക്കാരാണ്. ഇതായിരുന്നു പ്രവാചകന്മാർ. അടിക്കടി, ഇടിക്കിടി, ഈ ശൈലി പ്രവാചകന്മാർ സ്വീകരിച്ചിട്ടില്ല. ഒരു പ്രവാചകനും അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിച്ച് ക്ഷമയുടെ അങ്ങേയറ്റമെത്തി. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു തരുന്നിടത്തൊക്കെ നമുക്കിത് കാണാൻ കഴിയും. കുറച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. ആ പ്രവാചകന്റെയാണ് ഈ പറഞ്ഞത്. എന്തെല്ലാം ഉപദ്രവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ഉപദ്രവങ്ങൾ. ചരിത്രം ഒരുപാട് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ നല്ല സ്വഭാവം, വിനയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സ്വഭാവത്തിലൂടെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ട് ആ സ്വഭാവവും കൂടി ഉൾക്കൊണ്ട് നമസ്കാരത്തോടൊപ്പം ദാനധർമ്മങ്ങളോടൊപ്പം ക്ഷമ കൈക്കൊള്ളുന്നതോടൊപ്പം നമ്മളും നമ്മളുടെ കുടുംബവും ഒരുമിച്ച് സ്വർഗത്തിലെത്തുന്ന അവസ്ഥയിലേക്ക് നാം നമ്മെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആക്സിഡന്റിന് വിധേയരായി പ്രയാസം അനുഭവിച്ച് വളരെ സീരിയസ് കണ്ടീഷനിലൊക്കെ കിടക്കുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വേദനകളെ അകറ്റി കൊടുക്കുകയും അവരുടെ മുറിവുകളെ ഭേദമാക്കി കൊടുക്കുകയും അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മളുടെ സഹോദരീ സഹോദരന്മാരുടെ പ്രയാസങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് അവന്റെ ഇടപെടലിലൂടെ അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പ്രതിയോഗികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ക്രൂരമായ നീക്കങ്ങളിൽ നിന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أصلح أحوال المسلمين في كل مكان يا رب العالمين. اللهم أصلح أحوال إخواننا المستضعفين في فلسطين يا رب العالمين. اللهم انصرهم يا ناصر الملهوفين يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.